കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ഒരു ഉത്തരവ് ഇറക്കാൻ അധികാരം കൊടുത്തു. ഇവിടെ വരുമ്പോൾ RD വരെ ആരായും ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കും. 2, ഈ ഹറിബറിയായിട്ട് നേരം വിളിക്കുന്നതിന് മുമ്പേ ഇത് പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞ വിദ്വാന്മാരുണ്ട് ഇവിടെ. ആ വിദ്വാൻമാർക്ക് വേണ്ടിയാണ് ഈ ഹറിബറി കാണിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് NG ഗിരീശൻ. ഞാൻ ക്ഷേത്ര സമന്വയ സമിതിയുടെ ഭാരവാഹിയാണ്. അതോടൊപ്പം അഭിഭാഷക സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. തിരുവനന്തപുരം ബാറിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു ഇൻഫർമേഷനും ഇല്ല. ഇനി ഞാൻ അഡീഷണൽ പറയാം. ഒരു തീരുമാനം ഇത് പൊളിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ്. അതൊരു ഡിസിഷൻ ബൈ എ കോമ്പീറ്റൻ്റ് അതോറിറ്റി. ഏത് അതോറിറ്റിയും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ 2 വശവും കേൾക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സ്വാഭാവിക നീതിയുടെ അടിസ്ഥാനത്തിൽ 2 ഭാഗത്തിന് പറയാനുള്ള കേൾക്കണം. ഈ കുടുംബത്തിൻ്റെ ഭാഗം കേട്ടിട്ടില്ല. ഇത് എനിക്ക് ചോദിക്കാനുള്ളത്, സംഘടിത ഒരു മതവിഭാഗമാണെങ്കിൽ അവർ പാവപ്പെട്ടവർ ഹിന്ദു നാടാർ സമുദായത്തിൽ കൂടുതലും ക്രിസ്ത്യൻസാണ്, ഹിന്ദു നാടാർ കമ്മ്യൂണിറ്റിയാണ്. സംഘടിത മതവിഭാഗമാണെങ്കിൽ വെദർ ഇറ്റ് മേ ബി ക്രിസ്ത്യാനിറ്റി ഓർ മുസ്ലിംസ്, ഈ തമിഴ്നാട് തന്നെ കാണിക്കാൻ വേണ്ടി വരുമോ? ആരോടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ പ്രതികരിക്കാൻ സംഘടനകളുണ്ട് ഇവിടെ. ഇതിനെ സംബന്ധിച്ച് സമാജത്തെ സംബന്ധിച്ച് തീരുമാനിക്കാൻ വേണ്ടി ഹൈന്ദവ ആചാര്യന്മാരുണ്ട്. അവരോടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. അത് ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തോ എന്ന് എനിക്കറിയാം. തീരുമാനം എടുത്തെങ്കിൽ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ഈ ഒരു മാധ്യമം വഴി ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഈ ഒരു തീരുമാനം എടുത്തത് RDO ആയാലും കളക്ടറായാലും ഹൈക്കോടതിന് മുമ്പാകെ തൂങ്ങും. അത് സംശയമൊന്നും വേണ്ട. ഒരു ഉദ്യോഗസ്ഥനും 2 ഭാഗം കേൾക്കാതെ ഒരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഇനി അതിൽ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ. 2-3 കാര്യങ്ങൾ. 1, ഇത് സനാതന ധർമ്മ വ്യവസ്ഥകളനുസരിച്ച് അതിൻ്റെ ഇത് പിന്നെ നാഡീശുദ്ധി വരുത്തി, അതോടൊപ്പം തന്നെ പ്രാണായാമ ധ്യാന മാർഗങ്ങളിൽ കൂടെ ജീവനിൽ പരിധി വരുത്തിയാണ് സമാധിസ്ഥനായിട്ടുള്ളത്. അങ്ങനെയുള്ള സമാധിയെ സമ്പൂർണ്ണമായിട്ടുള്ള ഈ സനാതന വിധി പ്രകാരമാണ് ഇവിടെ സമാധി ഇരുത്തിയിട്ടുള്ളത്. ഇനി അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം. ഇനി ഓടി വന്നിട്ട് രാജ്യരാമൻ അത് പൊളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനെ സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഇവിടെ വീട്ടുകാരുണ്ട്, സമാധിസ്ഥൻ്റെ ഭാര്യയുണ്ട്, അവരുടെ 2 ആൺമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. അവരോട് ചോദിക്കാം. യാതൊരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല. പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരം ഏത് തീരുമാനപ്രകാരമാണ് പൊളിക്കാൻ വരുന്നത്, അതാണ് അറിയേണ്ടത്. പിന്നെ വേറെ ഏറ്റവും വൈറ്റലായുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, പൊളിക്കണമെങ്കിൽ ഇന്ന് പൊളിക്കാം, നാളെ പൊളിക്കാം, ഒരാഴ്ച കഴിഞ്ഞ് പൊളിക്കാം, 1 മാസം കഴിഞ്ഞ് പൊളിക്കാം. സാവകാശമായിട്ട് 2 ഭാഗം കേട്ട് തൃപ്തികരമായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് പൊളിച്ചൂടെ? ഇന്ന് ആരെയും കേൾക്കാൻ തയ്യാറാവാതെ ആര് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയൊന്നോ വിദൂരമായ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പൊളിക്കാൻ വന്നാൽ അതിനെ സാധാരണ തടയലേ വേണ്ടി. ആ തടയുക എന്ന് പറഞ്ഞത് ഒരു സമാധിയെ സംരക്ഷിക്കാനുള്ള സനാതന ധർമ്മിയുടെ അവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് ആ റൈറ്റ് നൽകുന്നുണ്ട്. വെയിറ്റ് ചെയ്യൂ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പൊളിക്കാം, 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്കഷൻ നടക്കട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് തീരുമാനം എഴുതും. ഇനി തീരുമാനം എഴുതി, RDO തീരുമാനം എഴുതി, ആ തീരുമാനം അപ്പീലബിളാണ്. ഇവിടെ സുപ്രീം കോടതി തീരുമാനം എടുത്താൽ പോലും ലാർജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്യാം. പിന്നെയാണ് ഒരു RDOയുടെ ഉത്തരവ്. അഡ്വൈസ് ആണെങ്കിൽ അതിനൊരു അപ്പീൽ കൊടുക്കും. അതിനുള്ള സാവകാശം വേണം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.